സാക്ഷ്യപത്രത്തിൽ ജാതിപ്പേര് സൂചിപ്പിക്കാൻ വിട്ടുപോയാൽ എന്ത് ചെയ്യും? അതാണ് ഇനി പറയുന്നത്. പട്ടികജാതി വർഗ വിഭാഗത്തിലെ ഒരംഗത്തിന് ജാതി തെളിയിക്കൽ സാക്ഷ്യപത്രം തഹസീൽദാർ നൽകിയതിൽ ജാതിയുടെ പേര് ചേർക്കാത്തതിൽ പ്രവേശനം നഷ്ടമായത് കേരള പട്ടികജാതി വർഗ ജാതി തെളിയിക്കൽ രേഖ ക്രമീകരിക്കൽ നിയമം 1996 പ്രകാരം ചിട്ടപ്പെടുത്തി എന്നാണ് ഇവിടെ കുറിപ്പിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എല്ലാം എഴുതി, ജാതി മാത്രം എഴുതിയില്ല, ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ജാതി ഇല്ലാത്തത് കൊണ്ട് സീറ്റ് നിഷേധിക്കപ്പെട്ടു. അടുത്ത കാലത്തെ പരമോന്നത കോടതി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഡോളി ചന്ദ വേഴ്സസ് ചെയർമാൻ JEE മറ്റുള്ളവരും എന്ന കേസിൽ AIR ഓൾ ഇന്ത്യ റിപ്പോർട്ടർ 2004 SC സുപ്രീം കോർട്ട് 5043 കേസെടുത്ത് നോക്കുന്നവർക്ക് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ നമ്പർ കൊടുത്തിട്ടുള്ളത്. ഏതാണ്? ഡോളി ചന്ദ വേഴ്സസ് ചെയർമാൻ JEE മറ്റുള്ളവരും എന്നാണ് കേസിന്റെ പേര്. AIR എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റിപ്പോർട്ടർ, ഇന്ത്യയിലെ മൊത്തം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസിദ്ധീകരണമാണത്. 2004 പ്രസിദ്ധീകരണത്തിൽ സുപ്രീം കോർട്ട് കേസിലെ 504 എന്ന് പേജ് നമ്പറിൽ ഈ കേസുണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. എന്ന കേസിൽ തീരുമാനം മേൽ കേസിന് ബാധകമാക്കാവുന്നതാണ്. ഏതിന്? ജാതിയുടെ പേര് പൂരിപ്പിക്കാൻ വിട്ടുപോയ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഏതെങ്കിലും അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ഏത് കേസ് എടുത്ത് പറയാം? 2004 ഡോളി ചന്ദ വേഴ്സസ് ചെയർമാൻ എന്ന് പറയുന്ന കേസ് എടുത്ത് പറയാം. ഒരു ഉദ്യോഗാർത്ഥി ജോയിന്റ് എൻട്രൻസ് പരീക്ഷയിൽ MI സംവരണ കോട്ടയിൽ 2003 പരീക്ഷ എഴുതി. അത് MI കോട്ടയിൽ വിമുക്ത ഭടന്റെ ശാരീരിക അവശതയിൽ ജോലി ചെയ്യാൻ കഴിവില്ലാത്തതിനാൽ കരസേനയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന വ്യക്തിയായിരുന്നു. അപ്പോ സേനയുടെ പ്രത്യേകത അങ്ങാണ്, പോലീസ് ആണെങ്കിൽ കയ്യും കാലും ഇല്ലെങ്കിലും എടുത്തോളൂ. അപ്പോ സംവരണ കോട്ടയിൽ 2003 പരീക്ഷ എഴുതുകയും അത് MI കോട്ടയിൽ വിമുക്ത ഭടന്റെ ശാരീരിക അവശതയാൽ ജോലി ചെയ്യാൻ കഴിവില്ലാത്തതിനാൽ കരസേനയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന വ്യക്തിയായിരുന്നു. രേഖകളുടെ സൂക്ഷ്മ പരിശോധനാ സമയത്ത് ജില്ലാ സൈനിക ബോർഡിൽ നിന്നും നൽകിയ സർട്ടിഫിക്കറ്റിൽ ബന്ധപ്പെട്ട കോളത്തിൽ ശാരീരിക അവശത, യുദ്ധത്തിൽ വധിക്കപ്പെട്ടു അല്ലെങ്കിൽ യുദ്ധക്കുറ്റം എന്ന സ്ഥലത്ത് യോഗ്യതയില്ല എന്ന് രേഖപ്പെടുത്തിയതായി കാണപ്പെട്ടു. ഉദ്യോഗാർത്ഥിത്വം സംവരണം MI വിഭാഗത്തിൽ സംവരണത്തിന് അർഹതയില്ല എന്ന കാരണത്താൽ നിരസിക്കപ്പെട്ടു. അങ്ങനെ ഉദ്യോഗാർത്ഥി പിന്നീട് ശാരീരിക ക്ഷമത ഇല്ലായ്മയുടെ സാക്ഷ്യപത്രം കരസേന അധികൃതർക്ക് നൽകിയത് ഹാജരാക്കിയെങ്കിലും അറിയിപ്പ് രേഖാപ്രകാരം നൽകിയ വിവരം തെറ്റായതിനാൽ അംഗീകരിക്കപ്പെട്ടില്ല. സിലാ ബോർഡ് എന്ന് പറഞ്ഞാൽ ജില്ലാ ബോർഡ് കേട്ടോ, പിന്നീട് അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട കോളത്തിൽ സ്ഥിരമായി ശാരീരിക ക്ഷമത ഇല്ലാത്തത് എന്ന് രേഖപ്പെടുത്തി പുതിയ സർട്ടിഫിക്കറ്റ് നൽകി. ഉദ്യോഗാർത്ഥി വീണ്ടും സർട്ടിഫിക്കറ്റുമായി അധികാരികളെ സമീപിച്ചെങ്കിലും അംഗീകരിച്ചില്ല. താഴ്ന്ന മാർക്കുള്ളവരെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചുവെങ്കിലും ഈ ഉദ്യോഗാർത്ഥിയെ വിളിച്ചില്ല. അവരുടെ കേസിലെ സിലാ സൈനിക ബോർഡ് ശരിയായ ഒരു സർട്ടിഫിക്കറ്റ് നൽകാതെ തെറ്റുവരുത്തുകയും ആ തെറ്റ് തിരുത്തി വീണ്ടും നൽകപ്പെട്ടതുമാണ്. സ്ഥാനാർത്ഥി അഭിമുഖ സമയത്ത് സംവരണ വിഭാഗത്തിൽ പെടുമെന്ന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെന്ന കാരണത്താൽ നിരസിക്കപ്പെട്ടു. പരമോന്നത കോടതി കേസ് പരിഗണിക്കുകയും താഴെ പറയുന്ന പ്രകാരം